ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു ഇറസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഉണ്ടായത്. ഇറസ്പോൺസിബിൾ മാത്രമല്ല ഇറസ്പോൺസീവുമാണ്. എന്ത് പറഞ്ഞാലും മിനിസ്റ്റർക്ക് പ്രത്യേകിച്ച് യാതൊരു വികാരവുമില്ല. 100 കണക്കിന് കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ. അതുകൊണ്ട് ആശുപത്രികൾ കാരുണ്യ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗം വന്ന് ചെല്ലുമ്പോൾ ഇവിടെ കാരുണ്യം എടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാരുണ്യരഹിതമായ സംഗതി ഉണ്ട്. ഒട്ടും കരുണയില്ലാത്തൊരു സംഗതിയല്ലേ. മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, പലരും നിലത്ത് കിടക്കുന്നുണ്ട്, ഇവിടെ കട്ടിലില്ലാണ്ടാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ പല വാർഡുകളിലും കട്ടിൽ ഉണ്ട്, രോഗിയില്ല. അതിലൊരു അൺബാലൻസ് ഉണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയാൾ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗി നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ദുരന്തമില്ല. ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി പോലും നിലത്ത് കിടന്നുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റമാണ്. ഒരു രോഗിയുടെ കഴുത്തിൽ വയറിൽ കത്രിക കണ്ടാൽ അല്ലെങ്കിൽ തുണിക്കഷ്ണം കണ്ടാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടും. UDF കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ് പലതും കാട് കയറി കിടക്കുകയാണ്. LDF ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ UDF ഉണ്ടാക്കിയതല്ലേ, അവരുണ്ടാക്കിക്കോട്ടെ എന്നാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടാമതും പിണറായി സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത് ആരോഗ്യ മേഖലയും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയുമാണെന്നാണ് CPM-ന്റെയും സഖാക്കളുടെയും വാദം. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പരാജയപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നതും ആരോഗ്യ വകുപ്പ് തന്നെയാണ്. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. ഏറ്റവും അല്ലെങ്കിൽ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന മന്ത്രി എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്ഥിരം ആരോഗ്യ മേഖലയിൽ നിന്നുള്ള വീഴ്ചകൾ, അത് ഡോക്ടർമാരടക്കം പറയുന്നുണ്ട്. പിന്നെ രോഗികൾക്കുണ്ടായ മോശം അനുഭവം, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച പോലും കേരളം കണ്ടതാണ്. അല്ലെങ്കിൽ കേരളം ഇതുവരെയും ആരോഗ്യ രംഗത്ത് കണ്ടിട്ടില്ലാത്ത അത്രത്തോളം വലിയ വീഴ്ചകൾ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് പുതിയൊരു സർക്കാർ അധികാരത്തിലേക്കുന്നു. മുരളീധരനാണ് നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഒരു വിഭാഗത്തിൽ നിന്നും മുരളീധരൻ വലിയ പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന്. കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതൊന്നും ശരിയാകില്ല, എല്ലാവരും ഡോക്ടേഴ്സ് അടക്കം എല്ലാവരും എനിക്കൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോഴും അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോ മുരളീധരൻ പറയുന്നുണ്ട്, ജനസമ്പർക്ക പരിപാടിയുമായി ആരോഗ്യ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയുമായി മുന്നോട്ട് പോവുകയാണെന്ന്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മാറ്റം സാധ്യമാകുമോ? സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുമോ മുരളീധരൻ? ഇപ്പൊ മന്ത്രിമാരിൽ പെർഫോമൻസോ അല്ലെങ്കിൽ ശേഷിയോ വെച്ച് നോക്കിയാൽ നല്ല ശേഷിയുള്ള ഒരാൾ തന്നെയാണ് മുരളീധരൻ. ഒന്ന്, അദ്ദേഹത്തിന് ജനങ്ങളുമായി ബന്ധമുണ്ട്, നന്നായി സംസാരിക്കാൻ അറിയാം, നല്ല പൊളിറ്റിക്കലാണ്, എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കാര്യങ്ങളെ കാണാനും കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 1-2 നീക്കങ്ങൾ വളരെ നന്നായിരുന്നു തുടക്കത്തിൽ എന്ന് എല്ലാവരും പറഞ്ഞു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നത് ഒരു റിട്ടയേർഡ് മെഡിക്കൽ കോളേജ് തലവനാണ്. അതൊരു ചെറിയ കാര്യമില്ല. ഡോക്ടർ ഹാരിസ് വരും എന്നൊക്കെയുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഹാരിസ് വന്നില്ല. ഹാരിസ് വരാതിരിക്കാന്നല്ല, ഹാരിസിന് വേറെ പണി വല്ലതും ചെയ്യും. അപ്പോൾ എന്താണ് ആരോഗ്യ മേഖലയുടെ പ്രശ്നമെന്ന് അടിസ്ഥാനപരമായി അറിയാവുന്ന ഒരാൾ, എന്തായാലും ഡോക്ടർ അല്ലല്ലോ മുരളീധരൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അറിയുന്ന ഒരാൾ കൂടെ ഉണ്ട്, അത് അദ്ദേഹത്തിന് വിശ്വസ്തനായ ആളാണ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം മുൻപ് ആരോഗ്യമന്ത്രിമാരുടെ PA ആയിട്ടിരുന്ന ആളുകളൊന്നും അങ്ങനെയുള്ള ആളുകളല്ല. ഇതങ്ങനെയല്ല, നല്ല ഡോക്ടറാണ്, നന്നായി അറിയാം. മെഡിക്കൽ കോളേജ് സംവിധാനം, നമ്മുടെ ആരോഗ്യ സംവിധാനം 3 ടയർ സംവിധാനം എന്നാണ് പറയുക. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി സെൻറ്റർ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ്. റഫറൽ ആണ് മെഡിക്കൽ കോളേജ് എന്നാണ് നമ്മുടെ പൊതുവെയുള്ളൊരു വർത്തമാനം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ആളുകൾ നേരെ മെഡിക്കൽ കോളേജ് ചെല്ലുന്നുണ്ട്. കാരണം താഴെ അതിനൊക്കെ ജില്ലാ ആശുപത്രിയിൽ പോയി നിന്ന് ആവണേക്കാൾ നല്ലത് മെഡിക്കൽ കോളേജ് നേരെയല്ല. അപ്പം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് മെച്ചപ്പെടുത്തുക? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു ഇറസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഉണ്ടായത്. ഇറസ്പോൺസിബിൾ മാത്രമല്ല ഇറസ്പോൺസീവുമാണ്. എന്ത് പറഞ്ഞാലും മിനിസ്റ്റർക്ക് പ്രത്യേകിച്ച് യാതൊരു വികാരവുമില്ല. മിനിസ്റ്റർ ഇങ്ങനെ പറയും, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് തേടും, റിപ്പോർട്ട് മേടിച്ചുകൊണ്ടുവന്ന് അലമാരിൽ വയ്ക്കും. അവർ മേടിച്ചു വെച്ച റിപ്പോർട്ടിന് 2 അലമാര നിറച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിൽ എന്ത് നടപടി എടുത്തു എന്നില്ല. അതിപ്പോൾ ചികിത്സാപ്പഴമാണെങ്കിലും, കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണെങ്കിലും, അകത്ത് പാമ്പ് കയറിയതാണെങ്കിലും, കത്രിക അകത്ത് വെച്ച് വിട്ടതാണെങ്കിലും ഒക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
ഇപ്പം നമ്മൾ കണ്ടു ഈ ഗവൺമെൻറ് വന്നിട്ട് 5 വർഷത്തിലധികമായി കത്തിരുക വയറ്റിലിട്ട ഹർഷീനയ്ക്ക് ഒരു നീതി, ഒരു ജോലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊടുക്കുന്നു. ഒരാൾക്ക് മെഡിക്കൽ കോളേജ് അങ്ങനെ താൽക്കാലികമായിട്ട് എന്തായാലും ഒരു ജോലി കൊടുക്കുക എന്നുള്ളതൊരു ഭയങ്കര കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട്, അതാണല്ലോ പഴയ ആരോഗ്യമന്ത്രി പറഞ്ഞ്, സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഏറെക്കാലം ദുരിതം അനുഭവിച്ച ആ സഹോദരിക്ക് തൽക്കാലം ഒരു നീതി കിട്ടി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇപ്പോഴും ആരത് ചെയ്തതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ മുരളീധരൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇന്നലെ ഒരു സംഭവത്തിൽ ഒരു പുഴു വന്ന സംഭവത്തിൽ അയാൾ സസ്പെൻഷനല്ലേ, ആ ഡോക്ടറെ സഹായിച്ച ആളുകളും സസ്പെൻഷനല്ലേ, സസ്പെൻഷൻ ശിക്ഷയല്ല. പക്ഷേ മുമ്പ് അതുപോലും ചെയ്തിട്ടില്ല. ഒരു ഡോക്ടറെ ഒരു നേഴ്സിനെ ഒന്നും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കഴിഞ്ഞ 5 വർഷം 100 കണക്കിന് പരാതികൾ, ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി സംഘടന ഉണ്ടാക്കി ചെന്നിട്ടുള്ളത്, ഈ മെഡിക്കൽ നെഗ്ലിജൻസും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട്. അപ്പോൾ ആ റെസ്പോൺസ് നല്ലതാണ്, റെസ്പോൺസീവാണ്. അത് ഇനി റെസ്പോൺസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ അവിടെ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. റെസ്പോൺസിബിൾ ആവണമെങ്കിൽ മുരളീധരൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഒരു മന്ത്രിക്ക് ഒറ്റയ്ക്ക് പോയി ഇതെല്ലാം ശരിയാക്കാൻ പറ്റും നമ്മൾ വിചാരിക്കണില്ല. എന്താ മന്ത്രിയുടെ റോള്? മന്ത്രിയുടെ ഉള്ളിൽ കൃത്യമായ പോളിസി ഉണ്ടായിരിക്കും. ആദ്യം ആ പോളിസി എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാനിന് ആരൊക്കെ ആവശ്യമുണ്ട്, ഹ്യൂമൻ പവറും അതുപോലെ തന്നെ പൈസയും വേണം. പൈസയുടെ കാര്യത്തിലും ചിലപ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇതെല്ലാം ധവളപത്രം കണ്ടപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, 100 കണക്കിന് കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ആശുപത്രികൾ കാരുണ്യ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗം വന്ന് ചെല്ലുമ്പോൾ ഇവിടെ കാരുണ്യം എടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാരുണ്യരഹിതമായ സംഗതി ഉണ്ട്. ഒട്ടും കരുണയില്ലാത്തൊരു സംഗതിയല്ലേ. ഞാൻ രോഗിയായിട്ടാണ് ഗതി കേട്ടൊരു ആശുപത്രിയിൽ ചെല്ലുന്നത്. അപ്പോൾ കാരുണ്യ പദ്ധതിയുടെ കടം തീർത്ത് മറ്റാശുപത്രികളിൽ കാരുണ്യ പദ്ധതി സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം അടിയന്തരമായി. കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇവർക്കൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വരും. ഇവർ മെഡിക്കൽ കോളേജ് വരേണ്ടി വരും. പിന്നെ മുരളീധരൻ പറഞ്ഞു ഒരു കാര്യം, പലരും നിലത്ത് കിടക്കുന്നുണ്ട്, ഇവിടെ കട്ടിലില്ലാണ്ടാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ പല വാർഡുകളിലും കട്ടിൽ ഉണ്ട്, രോഗിയില്ല. അതിലൊരു അൺബാലൻസ് ഉണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ പകർച്ചവ്യാധിയുള്ള വാർഡിൽ രോഗികളില്ലെങ്കിലും ആ കട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ എമർജൻസി ആയിട്ട് രോഗികൾ വരുന്ന അവിടെ കട്ടിലുണ്ടെന്ന് അങ്ങോട്ട് മാറ്റാം, അത് ചെയ്യാൻ പറ്റില്ല. ഒരു എമർജൻസി എപ്പോഴാണ് വരികയെന്നറിയില്ല. പക്ഷേ പല വാർഡുകളിലും ഈ എണ്ണം മാനേജ് ചെയ്താൽ കുറേ രോഗികളെങ്കിലും നിലത്ത് കിടക്കാതിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അയാൾ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗി നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ദുരന്തമില്ല. ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി പോലും നിലത്ത് കിടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടതാണ്. മൂന്നാമത് അദ്ദേഹം തുടക്കം എന്നൊരു പദ്ധതി ഇട്ടു. നല്ല പദ്ധതിയാണ്. തുടക്കത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് ആശുപത്രികളുടെ ശുചീകരണമാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ന് പാമ്പിൻ്റെ പ്രശ്നം, ഇനിയിപ്പോൾ മഴ കനക്കുമ്പോൾ മാലിന്യം വളരെ ഗുരുതരമായ പ്രശ്നം. അതുകൊണ്ട് ആശുപത്രികളിലെ ശുചിത്വം മഴ കനക്കുന്നതിന് മുമ്പ് എല്ലാ ആശുപത്രികളും ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ടാർഗറ്റഡ് ഏരിയ ആക്കാൻ പോകുന്നു, ഒരു പരീക്ഷണശാല. അവിടുത്തെ പരീക്ഷണം ജയിച്ചാൽ അത് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുവരാം. അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, OP ഒരു സ്ഥലം, അത് കഴിഞ്ഞ് OP ടിക്കറ്റ് എടുക്കാൻ ആദ്യം പോവുക, അത് കഴിഞ്ഞ് വന്ന് മറ്റേ ഡോക്ടറെ കാണാനുള്ള ടിക്കറ്റ് എടുക്കുക. ഇതൊന്നും രണ്ടും ക്യൂവാ. വീണ്ടും ഡോക്ടറെ കാണാനുള്ള ക്യൂവിൽ പോയി നിൽക്കുക. ഇനി ഡോക്ടറെ കണ്ട് മറ്റേ ഇതെഴുതിയാൽ ടെസ്റ്റ് എഴുതാനുള്ള ക്യൂവിൽ നിൽക്കുക. മരുന്ന് എഴുതിയാൽ മരുന്നെടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുക. ഒരു രോഗിയെ പറ്റി സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. അങ്ങനെ കൂടെ നിൽക്കുന്നവർക്കായാൽ പോലും പ്രോബ്ലമാണ്. ഈ 6 തവണ ക്യൂവിൽ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഡോക്ടറെ കാണാനും, അല്ലെങ്കിൽ ഒരാൾ ഡോക്ടറെ കാണാനും OPയിൽ വന്നാൽ OP രജിസ്ട്രേഷനും OP നമ്പറും ഡോക്ടറുടെ ടോക്കൺ നമ്പറും ഒന്നിച്ച് കിട്ടണം. അത്രയെങ്കിൽ ഏത് പ്രൈവറ്റ് ആശുപത്രികളൊക്കെ അത് കിട്ടും, ഇവിടെ അത് കിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ടോക്കൺ അനുസരിച്ച് നമ്മളെ വിളിക്കും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു ക്യൂ മതി. അതുപോലെ ലാബ് 12 ലാബ് 12 സ്ഥലത്താണ്. ഇവിടെ പോയി എക്സ്റേ എടുക്കുക, ഇവിടെ പോയി സ്കാൻ ചെയ്യുക, അപ്പുറത്ത് പോയി അൾട്രാസൗണ്ട് ചെയ്യുക, ഇനി വേറെ സ്ഥലത്ത് പോയി MRI ചെയ്യുക.
ഇത് ശരിയല്ല. ഇത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആക്കണം. ഇത് സാധാരണ മനുഷ്യർക്ക് നിത്യം ആശുപത്രി പോകുന്നതിൻ്റെ ദുരന്തം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അതിനിപ്പോൾ എത്രത്തോളം ചിലവ് വരും, എത്ര സമയമെടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊരു ആശുപത്രി ജയിച്ചാൽ, സക്സസ് ആയാൽ എല്ലാ ആശുപത്രിക്കും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോസിറ്റീവായ കാര്യമാണ്. ഇപ്പം ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം എങ്ങനെയാണ് ആളുകളോട് ചോദിക്കാൻ പോണേ, ഇതൊക്കെ ആളുകൾ പറയുമായിരിക്കും. ഡോക്ടർമാരില്ല, ഡോക്ടർമാരെ കാണാൻ പോയാൽ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആ രീതിയിൽ പരിഹരിക്കട്ടെ. ജനങ്ങളും ഡോക്ടർമാരും തമ്മിലുള്ള ബന്ധം. പിന്നെ ഡോക്ടർമാർക്കെതിരെയോ ചികിത്സക്കെതിരെയോ കൊടുക്കുന്ന എല്ലാ പരാതി ശരിയായിക്കൊള്ളണമെന്നില്ല. രോഗി എന്തായാലും രക്ഷപ്പെടാത്ത ഡോക്ടർ ദൈവമൊന്നുമല്ല. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ അത് കണ്ടെത്താനുള്ളൊരു സംവിധാനം വേണം. ഇപ്പം പ്രശ്നം, ഇപ്പം ഞാനൊരു മെഡിക്കൽ നെഗ്ലിജൻസ്, ചികിത്സാ പിഴവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചെന്നാൽ അത് പരിശോധിക്കുന്ന അവിടുത്തെ ഡോക്ടർ തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ തന്നെ തെറ്റ് ചെയ്തു, ഞാൻ തന്നെ അല്ലെങ്കിൽ എൻ്റെ മീതിരിക്കുന്ന ആൾ പരിശോധിക്കും. ഡോക്ടർമാർ ഒരു കുഴപ്പമില്ല എന്ന് പറയും, വിടും. അതുകൊണ്ടാണ് ഒരു കേസിൽ പോലും ശിക്ഷിക്കാതെ പോയിട്ടുള്ളത്. പക്ഷേ മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റമാണ്. ഒരു രോഗിയുടെ കഴുത്തിൽ വയറിൽ കത്രിക കണ്ടാൽ അല്ലെങ്കിൽ തുണിക്കഷ്ണം കണ്ടാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടും. പിന്നെ നമ്മുടെ ഡോക്ടർമാരുടെ എണ്ണം കുറവുള്ളത്, അവിടെയാണ് യഥാർത്ഥത്തിൽ ബജറ്ററി സപ്പോർട്ട് വരുന്നത്. ഇഷ്ടംപോലെ വേക്കൻസി ഒഴിവുണ്ട്. ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും പല ആശുപത്രികളിലും ഒഴിവുണ്ട്. ചില ആശുപത്രികളിൽ കൂടുതലുണ്ടാവാം, ഇല്ലയെന്നും പറയണില്ല. പക്ഷെ അത് ചില യൂണിയൻ താല്പര്യമോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ രാഷ്ട്രീയ താല്പര്യമോ വെച്ച് വന്നതും ആവാം. അത് മാറണം. അത് മാറ്റണമെങ്കിലും ഇച്ഛാശക്തി ആവശ്യമുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജാണ്. 2 മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ UDFന്റെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ് പലതും കാട് കയറി കിടക്കുകയാണ്. LDF ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം UDF ഉണ്ടാക്കിയതല്ലേ, അവരുണ്ടാക്കിക്കോട്ടെ എന്നാണ്. അങ്ങനെയാണോ വരേണ്ടതെന്നറിയില്ല. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലൊന്നും അവർ ചെയ്തില്ല, കാശ് കിട്ടാത്തതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മെഡിക്കൽ കോളേജുകൾ, നമ്മളൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചാൽ അത് മെഡിക്കൽ കോളേജ് ആയി മാറുന്നത് വരെയുള്ള പ്രവർത്തനം ചെയ്യാൻ കഴിയും. പിന്നെ ഈ കഴിഞ്ഞ കിഫ്ബിയിൽ കുറേ ആശുപത്രി പണിതു, അത് പണിതു, ഇത് പണിതു എന്നൊക്കെ പറഞ്ഞില്ലേ. ഡോക്ടർ ഇക്ബാൽ എന്ന് പറയുന്ന കഴിഞ്ഞ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു, ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്, ഒരിക്കൽ മത്സരിച്ചിട്ട് പോലും ഉണ്ട് ചങ്ങനാശ്ശേരി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും, നല്ല കാര്യം. പക്ഷേ അവിടെ വേണ്ട യന്ത്രങ്ങളുണ്ടോ, അത് പ്രവർത്തിപ്പിക്കാൻ ആളുണ്ടോ, അത് പ്രവർത്തിക്കുന്നുണ്ടോ, ഒരു ഫോളോ അപ്പും ഇല്ല. ഇപ്പോൾ പല ഉപകരണങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഉപകരണം വാങ്ങുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്, കാരണം കമ്മീഷൻ കിട്ടും. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനാളെ ട്രെയിൻ ചെയ്ത് അതിനെ പഠിപ്പിക്കുക, അവിടെ ആളെ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 5 കോടി രൂപയുടെ ഉപകരണം എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട്. അവിടെ ഉണ്ടായിട്ട് എനിക്ക് എന്താ കാര്യം? പക്ഷെ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. ഇങ്ങനെ കെട്ടിടങ്ങളും യന്ത്രസാമഗ്രികളും കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ അത് മാറ്റി, ഒരുപക്ഷെ നിങ്ങൾ 5 കോടി രൂപയുടെ യന്ത്രം വാങ്ങിച്ചിട്ട് മാസം 50,000 രൂപ ശമ്പളം കൊടുക്കാനില്ല, വേണ്ടാന്ന് പറ്റാത്തതുകൊണ്ട് യന്ത്രം പ്രവർത്തിക്കാതിരിക്കുക, നമ്മുടെ പൈസ തന്നെയാണ്. ഒരു വർഷമൊക്കെ പ്രവർത്തിക്കാതിരുന്നാൽ പിന്നെ അത് പ്രവർത്തിക്കില്ല. കാരണം ഇത് സാങ്കേതിക സാധനമാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ ഈ എന്താ പറയുക, ഉപ്പ് കാറ്റ് വരും ഒക്കെ വന്ന ഏത് യന്ത്രവും കേടാവും. അപ്പം അതുകൊണ്ട് ഇത്തരം മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ ജനങ്ങളുടെ പരാതി വെച്ച് മുമ്പോട്ട് പോയാൽ കുറേ കാര്യം പരിഹരിക്കാൻ കഴിയും. ഒടുവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ പൊതു സ്വകാര്യ പങ്കാളിത്തം PPP, അത് കേരളത്തിൽ ഏതൊക്കെ കാര്യത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ചില കാര്യമൊക്കെ ഇപ്പം തന്നെയുണ്ട്, പൊതു അല്ലെങ്കിലും ഇപ്പോൾ KHRWS അങ്ങനെയുള്ളത്. അതുപോലെ പൊതു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അത് സർക്കാരിനെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംവിധാനങ്ങൾ ഇനിയും തുടരാം. നേരെ മറിച്ച് സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ, PPP സാധാരണ പറയുമ്പോൾ അത് നമുക്ക് കേരളത്തിൽ സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം കാശ് ഒരുപാട് വരും. പക്ഷേ നമ്മളെല്ലാ സാധനവും സ്വകാര്യവൽക്കരിക്കേണ്ടെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. സ്വകാര്യവൽക്കരിക്കേണ്ടത് പക്ഷെ ആരോഗ്യമല്ല. ആരോഗ്യം, കുടിവെള്ളം എന്നുള്ളതൊന്നും സ്വകാര്യ മേഖലയ്ക്ക്
പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സാമ്പത്തിക വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യമന്ത്രിയായി മുരളീധരന് വരാം. അദ്ദേഹം ജനസമ്പർക്കം നടത്തട്ടെ, ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയട്ടെ. ഒരുപാട് നടപടികളുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഇത്തരം നിർത്താം.